എന്നെ ചെതയിലേക്ക് വെക്കുന്നു പറഞ്ഞിട്ട് ഫോൺ 30 ദിവസമുള്ള ഒരു മാസമുള്ളൂ. ഇനി ഒരു മാസമുള്ളൂ. ഒരു മാസമല്ല, അതിനു മുമ്പ് മാക്സിമം ഇന്റർവ്യൂ എടുക്കാനുള്ളൊക്കെ എടുത്തു വെക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് നമ്മളെ മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇപ്പൊ ഇവിടെ ഇരുന്ന് ഈ റിസോർട്ടിന്റെ ഉള്ളിൽ ഇരുന്ന് പറഞ്ഞാന്ന് പറഞ്ഞോണ്ട് നമുക്ക് പറയാം. അത് നമുക്ക് പേടിക്കാം. സീറ്റ് ബെൽറ്റ് ഇടാതെ ഫ്രണ്ടിലിരുന്ന അർജുൻ നിസാര പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടു. പുറകെ കിടന്ന് ഉറങ്ങിയ ബാലു 23 ഒടിവുകളോടുകൂടി മരണപ്പെട്ടു. കൃത്യമായ മറുപടി വേണമെന്ന് പറഞ്ഞേക്കണം. എന്നിട്ട് ഈ ഒരാൾ ഇവിടെ ഒരാൾ അവിടെ നിന്ന് കൈ വെക്കണം, കമത്തി കിടത്തുന്നു, രണ്ട് സൈഡിൽ നിന്ന് 2 ആൾക്കാർ ഇടിക്കുന്നു. ഈ സ്കോർപ്പിയോയുടെ ഫ്രണ്ടിൽ കുറച്ച് മദ്യം വെച്ച ആൾക്കാർ കഴിക്കണം. ആ കുപ്പി എടുത്ത് റോഡിലേക്ക് ഇറങ്ങണം. ആ പൊട്ടണ സൗണ്ട് കേട്ടാൽ ഞാൻ എണ്ണിക്കണം. പിന്നെ ഒരു കാർ വന്ന് നിൽക്കണം. ആ കാറിൽ നിന്ന് ഡ്രൈവറുടെ സൈഡിൽ നിന്ന് ഇറങ്ങിയേക്കുന്ന ആൾ ഒരുമാതിരി തടിച്ചിട്ട് പൊക്കമുള്ള ബാലഭാസ്കർ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തെന്ന് ആരും ഒരിക്കലും ഞങ്ങളാരും വിശ്വസിക്കത്തില്ല. പക്ഷേ ഹലോ നമസ്കാരം, ആങ്കർ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഇരിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാര്യം ഒരു 6 വർഷം അല്ലെങ്കിൽ 6.5 വർഷം മുന്നേ ഒരു ഏറ്റവും വലിയൊരു അപകടം, അതൊരു കൊലപാതകമാണെന്ന് ആദ്യം പറഞ്ഞൊരു വ്യക്തിയാണ് കലാഭവൻ സോബിച്ചേട്ടൻ. ചേട്ടാ നമസ്കാരം. ചേട്ടാ ഈ 6.5 വർഷം മുന്നേ ചേട്ടൻ പറഞ്ഞിരുന്നു ഇങ്ങനെ സംഭവം ഉണ്ട്, ഞാൻ കണ്ടു, അല്ലെങ്കിൽ സത്യമാണെന്ന് പറഞ്ഞു. പക്ഷെ അതാരും മുഖവരയ്ക്ക് എടുത്തില്ല എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം അത് പറഞ്ഞത് സത്യമാണെന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ്. ചേട്ടനിപ്പോൾ എന്താ പറയാനുള്ളത്? ഇല്ല, ഇതിൻ്റെ അകത്ത് ഞാൻ അന്നും പറഞ്ഞിരുന്നു, ഇത് ഇന്ത്യ ഉണ്ടാക്കണ ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു ബാലുവിൻ്റെ എന്ന് തെളിഞ്ഞിരിക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ പലർക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊരു ഒരു ആശ്ചര്യത്തോടു കൂടി തന്നെ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു അർജുൻ്റെ ഒരു അറസ്റ്റോടു കൂടി ഇങ്ങനെയൊക്കെ നടക്കാം എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ചേട്ടാ എത്രമാത്രം ചേട്ടൻ്റെ ആ ഒരു വാക്കുകൾക്ക് എത്രമാത്രം പോലീസ് അതിനൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്, എത്രമാത്രം വാല്യൂ കൊടുത്തിട്ടുണ്ട്? അല്ല, പോലീസ് നമ്മുടെ അടുത്തുനിന്ന് ഇതിന് മൊഴിയെടുത്തിട്ടില്ല. ഞാൻ വന്നു കഴിയുമ്പോഴത്തേനും ക്രൈംബ്രാഞ്ച് എൻ്റെ കയ്യിലായിരുന്നു കേസ് ഇരിക്കണേ. ക്രൈംബ്രാഞ്ചിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു, അവരത് മുഖവിലക്കെടുത്തില്ല. പിന്നെ CBIയുടെ ആദ്യത്തെ പതിപ്പിൻ്റെ അടുത്ത് അവരോട് കുറേ സമയമായിട്ട് ഞാൻ ചെന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും അവർ അതിൻ്റെ അകത്ത് മുഖവിലക്കെടുത്തില്ല. പിന്നെ നമ്മുടെ CBIയുടെ 2ാം പതിപ്പ് വന്നു കഴിഞ്ഞപ്പോഴും അവരുടെ അടുത്തും പോയി കറക്റ്റായിട്ട് മൊഴികളെല്ലാം കൊടുത്തതാണ് നമ്മൾ. അത് കഴിഞ്ഞിട്ട് അത് അവർ മുഖവിലക്കെടുത്തില്ല. അല്ല, എന്തുകൊണ്ടാണ് ബാലുചേട്ടൻ്റെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ അച്ഛനമ്മ ഭാര്യയ്ക്കൊന്നും ഇതുമായിട്ട് കേസ് പോകണ്ട, ഒന്നിനും പോകണ്ടെന്ന് പറഞ്ഞിട്ടും ചേട്ടന് കേസിന് പോകണമെന്ന് പറയാനുള്ള കാരണം? ഭാര്യനെ മാറ്റി നിർത്താം. കാരണം വെച്ചാൽ അവർ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം സംസാരിച്ചിട്ടില്ല ഇത്രയും കാലമായിട്ട്. പക്ഷെ ബാലുവിൻ്റെ അച്ഛനും അമ്മച്ചിയും അതായത് ഉണ്ണിച്ചേട്ടനൊന്നും ഒരിക്കലും ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ണിച്ചേട്ടൻ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. എന്നെ ഈ 6 വർഷത്തിൻ്റെ ഇടയ്ക്ക് എന്നെ വിളിക്കാത്ത ഒരാഴ്ചയില്ല, എല്ലാ ആഴ്ചയിലും അദ്ദേഹം നമ്മളെ വിളിച്ചിട്ടുണ്ട്. അത്രയും സപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം പിന്നെ നമുക്ക് പോകാവുന്നതിൻ്റെ നല്ലൊരു പരിധിയുണ്ട്. ആ പരിധി വിട്ടിട്ട് നമ്മൾ പോയിട്ടാണ് ഈ കേസ് ഇപ്പം ഇവിടം വരെയെങ്കിലും എത്തി നിൽക്കുന്നത്. ഇപ്പം ചേട്ടൻ പറഞ്ഞത് ഇപ്പോൾ കറക്റ്റായിട്ട് വന്നു, അർജുനെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഇപ്പോഴും ഞാൻ അറിഞ്ഞത് ചേട്ടന് പ്രൊട്ടക്ഷൻ ഉണ്ട്, പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് ചേട്ടാ? ആരെയൊക്കെ പേടിക്കുന്നത്? ചേട്ടൻ ആരെങ്കിലും പേടിക്കുന്നു? ഞാൻ ആരും പേടിക്കുന്നില്ല. ഞാൻ പേടിക്കുന്നത് എന്തിനാ? നമ്മൾ അങ്ങനെ പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 2-3 തവണ വധശ്രമം എനിക്ക് നേരെ ഉണ്ടായിട്ട് ഞാൻ കക്ഷി രക്ഷപ്പെട്ടു പോകുന്ന ആളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് കഴിഞ്ഞ് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അവർ നന്നായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മളോട് സഹകരിക്കേണ്ട പോലീസുകാർ. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇപ്പം ഈ 2ാം പതിപ്പ് ഇപ്പോഴത്തെ ഇത് വന്നു കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയാണ് 30 ദിവസത്തിനുള്ളിൽ എന്നെ ചിതയിലേക്ക് വെക്കുന്ന, അതായത് ചിതയിൽ വെക്കുന്ന ഇപ്പം വെക്കുമെന്നാണ് പറഞ്ഞത്. അത് കോള് ഈ 00 എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. പുറത്തുനിന്നാണോ അറിയില്ല, മലയാളിയെ വിളിക്കണം. അപ്പോൾ അങ്ങനെ പറയും. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടും കൂടെ അദ്ദേഹം പിന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് ഇത് തന്നെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ അതൊന്നും ചെയ്യുവാണെങ്കിൽ ഈ കേസ് വിജയിക്കും എന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ നേരെ എന്തെങ്കിലും ഒരു അറ്റാക്ക് എവിടെന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ കേസിൻ്റെ ഇനി ഇതിനേക്കാളും വലിയൊരു എവിഡൻസ് ഉണ്ടാവില്ല. ശരിയല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് അവർ അതിനൊന്നും തുനിയില്ല. പിന്നെ നമ്മൾ പേടിക്കുമെന്ന് അറിയാനായിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇവർ ഇത്രയും നാളായിട്ട് പേടിപ്പിക്കാത്ത ഒരാൾ ഇനി നാളെ ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പേടിക്കാൻ പോകണ്ടോ? അത് നമ്മൾ കാര്യമായിട്ടൊന്നും എടുക്കണില്ല. അതങ്ങനെ വന്നോടത്ത് വെച്ച് നോക്കാന്ന് ഓർത്തുകൊണ്ട് ഞാൻ നിൽക്കണം. അല്ല, ചേട്ടനിപ്പോൾ ആരെങ്കിലും സംശയമുണ്ടോ? കാര്യം ഇപ്പോൾ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു, വിളിക്കുന്നു, നിരന്തരമായിട്ട് കോളുകൾ വരുന്നു, പല നമ്പറിൽ നിന്ന് കോൾ വരുന്നു, നെറ്റ് കോൾ വരുന്നു, ഡയറക്റ്റായിട്ട് ആരെങ്കിലും വന്ന്? അല്ല, ഡയറക്റ്റ് വന്ന് സംസാരിക്കാൻ വന്നിട്ടുണ്ട് നേരത്തെ. ഡയറക്റ്റ് അല്ല, അത് ഫേസ് ഓർമ്മയുണ്ട്. അത് പക്ഷേ ഒരു ഭീഷണിയുടെ സ്വരമല്ല, അതൊരു നോർമൽ ടോക്കാണ്. ഒരു ധാരണയുടെ പുറത്ത് കോംപ്രമൈസ് അതിനുള്ള ഓഫറൊക്കെ തന്നിരുന്നു. എന്താ ഓഫർ? അവര് ഗോൾഡ് ഓഫർ ചെയ്തിരുന്നു. എത്ര കിലോ? 25 കിലോ ഓഫർ ചെയ്തിരുന്നു ആ സമയത്ത്. അപ്പൊ ഞാനത് പറഞ്ഞു, പൈസക്ക് ആവശ്യമില്ലായിട്ടൊന്നുമല്ല, പക്ഷെ അത് എനിക്കൊന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ വിട്ടെ. അപ്പൊ അതിന് ഒരു മീഡിയേറ്ററായിട്ട് ആ സമയത്ത് നിന്ന്
ഒരു ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന കോതമംഗലം സ്വദേശിനെയാണ് അതിൻ്റെ അകത്ത് നിന്നാറുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവര് ചേട്ടനോട് വന്ന് സംസാരിച്ച മലയാളിയാണോ? മലയാളി സാർ. എവിടെയുള്ള ആളാണ്? അവർ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ആളാണ്. ഒരാൾ എൻ്റെ നാടിൻ്റെ അടുത്ത് മൂച്ചുഴ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരാൾ, ബാക്കിയൊക്കെ പല ജില്ലകളിൽ നിന്നുള്ളവരാണ്. എന്തുകൊണ്ട് ചേട്ടാ ആ സമയത്ത് ഇങ്ങനെ ഒരു ഓഫർ വെച്ച് വന്നപ്പോൾ പോലീസിനോട് പറഞ്ഞില്ല ഇത്രയും പേര് 3 പേര് എനിക്ക് ഓഫറായിട്ട് വന്നിട്ടുണ്ട്? നിങ്ങൾ എൻ്റെ ഫേസ്ബുക്കൊക്കെ നോക്കിക്കോ. ഇവിടെയാണ് ഈ തെറ്റിദ്ധാരണ തന്നെ. ഞാൻ എന്ത് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ അതൊക്കെ അപ്പം തന്നെ ആ സമയത്ത് അന്വേഷിക്കുന്ന ഏത് ഏജൻസിയാണെന്ന് വെച്ചാൽ അവർക്ക് ഞാൻ വാട്സപ്പ് വഴി അയച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് അതെല്ലാം ഞാൻ ഇത് എൻ്റെ ഫേസ്ബുക്കിലും അപ്ഡേറ്റ് ചെയ്ത് തന്നെ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും തെളിവുണ്ടോ ചേട്ടാ അതിന്? ഇതിന് ഇവർ വന്ന് സംസാരിച്ചതിനൊക്കെ എന്തെങ്കിലും തെളിവ്? ഞാൻ പറയട്ടെ, മീഡിയേറ്റർമാർ വരുമ്പോഴുള്ള കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ എൻ്റെ സുഹൃത്താന്ന് വയ്ക്കുക, അങ്ങനെ നല്ല ബന്ധത്തിലിരിക്കുമ്പോൾ നിങ്ങളെ സമീപിക്കും, എന്നോടൊന്ന് സംസാരിക്കാൻ പറ്റുമെന്ന്. അപ്പൊ എനിക്ക് പക്ഷെ നിങ്ങളുടെ പേര് പുറത്തു പറയാൻ പറ്റില്ല. പക്ഷെ അപ്പോഴും ഞാൻ ഈ ഇസ്രായേൽ സ്ത്രീ ആണെന്ന് അറിഞ്ഞപ്പോ, ഇസ്രായേൽ വർക്ക് ചെയ്യുന്ന കോതമംഗലം സ്വദേശിനിയാണെന്ന് അറിഞ്ഞപ്പോ ലീഡ് അവരുടെ ഫുൾ പേര് ഞാൻ പറഞ്ഞു, അവരെ മീഡിയേറ്റർ ആയിട്ട് നിന്നേ, അത് ഞാൻ അറിയണ ലാസ്റ്റാ. അപ്പൊ അവരുടെ പേര് ഫുൾ അഡ്രസ്സ് സഹിതം CBIക്ക് കൊടുത്തപ്പോ അവര് പറഞ്ഞ അത് അങ്ങനെ സംഭവില്ലാന്ന് പറഞ്ഞു. അവർ തള്ളിക്കളഞ്ഞു. അവരുടെ പേര് ഇപ്പോഴും ഓർമ്മയുണ്ടോ? അവരുടെ പേര് അറിയാം, പക്ഷെ അവരിപ്പോ ഭയങ്കര പൊസിഷനിലായിട്ട് യൂറോപ്പിൽ എവിടെയാണ്. അവർക്ക് യൂറോപ്പിൽ പോകാനായിട്ട് യാതൊരു അർഹതയില്ലാത്തവരാണ് നമ്മളെ. അവരുടെ പേരെന്ന് പറയാം? പേര് പറയാൻ പറ്റില്ല. പേര് പറഞ്ഞില്ല. അല്ല എങ്കിലും ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, ഇപ്പം പേര് പക്ഷെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കോപ്പി എടുത്തു കഴിഞ്ഞാൽ CBIയുടെ മറുപടിയിലെല്ലാം ഉണ്ട്, അത് എടുക്കാൻ പറ്റും, കുഴപ്പമില്ല. അല്ല എങ്കിലും ഈ ബാലഭാസ്കരേട്ടന്, ബാലുചേട്ടന് ഇങ്ങനെ ഒരു ഇടപാടില്ല എന്നുള്ളതാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ എന്തിനായിരിക്കും ബാലുചേട്ടൻ ഇതിനകത്തുകൊണ്ട് കുടുക്കിയിട്ട് ഈ അർജുൻ ഇത് വണ്ടി കൊണ്ട് ഇടിച്ച് കൊന്നത് എന്തുകൊണ്ടായിരിക്കും? ബാലഭാസ്കർ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തൊന്നും ആരും ഒരിക്കലും ഞങ്ങളാരും വിശ്വസിക്കത്തില്ല. പക്ഷേ കൂടെ ആൾക്കാരുണ്ടല്ലോ. പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന മാനേജർമാരെയല്ലേ സ്വർണ്ണക്കടത്തിൽ കേസിൽ അറസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴല്ലേ കേസ് ഒന്നുകൂടി പിന്നെയും വലിയ കാര്യത്തിലേക്ക് പോയത്. പിന്നെ ഇപ്പൊ ബാലുവിന്റെ ഡ്രൈവറായിട്ടിരുന്ന ആള് ഇപ്പൊ ഇതേപോലെ തന്നെ ഒരു കേസിൽ ഇത് കാർ ഇടിച്ചു, ബൈക്ക് ഇടിച്ചു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴല്ലേ ഇപ്പൊ രണ്ടാമത് ഈ കേസ് ഇങ്ങനെ പെരിന്തൽമണ്ണയില് അപ്പൊ 3 കിലോ സ്വർണ്ണം എങ്ങാണ്ട് കടയടച്ചു പോണ 2 ചട്ടാനിമാരുടെ സ്കൂട്ടർ തടഞ്ഞു നിർത്തിയിട്ട് അതിൽ നിന്ന് എടുത്ത് ഈ വ്യക്തിയാണ് ഒരു മാസം. ഈ അർജുനാണോ? അർജുൻ അപ്പൊ മുന്നേ പ്രതിയാണ്. അല്ല, അത് ഇപ്പൊ ആയപ്പോഴാണ് രണ്ടാമത് കേസ് ഇങ്ങനെ ശക്തമായിട്ട് വന്നത്. ബാലുവിന്റെ ഡ്രൈവർ ഇന്ന കേസിൽ തന്നെ പെട്ടു എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകത ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ രണ്ടും ഒരു ചെറിയ സിമിലാരിറ്റി തോന്നിയിട്ടായിരിക്കും. എല്ലാത്തിലും തോന്നുന്നുണ്ട്. അത് സ്കൂട്ടറായിരുന്നു, ഇത് കാറായിരുന്നു എന്നുള്ള വ്യത്യാസമുള്ളൂ. ഇപ്പം അർജുന്റെ വാക്കുകളിൽ എന്താണ് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സത്യസന്ധമായിട്ട് കാര്യം? വണ്ടി കൊണ്ട് ഇടിച്ച് കൊന്നു എന്നുള്ളത് ആ സൈഡ് മാത്രമാണ് കൊണ്ടുവച്ച് ഇടിച്ചത്. അല്ല, അർജുൻ്റെ അടുത്ത് അതിനകത്തുള്ള വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, അർജുൻ പറയണു, ഇപ്പോഴും പറയണു ബാലഭാസ്കർ വണ്ടി ഓടിച്ചെന്ന്, ലക്ഷ്മി പറയണു അർജുനെ ഓടിച്ചെന്ന്. ഇത് രണ്ടും ഇപ്പോഴും വലിയ തർക്കത്തിൽ തന്നെ നിൽക്കണേ. അപ്പൊ ഈ ബാലഭാസ്കർ എവിടെ നിന്നാണ്? ബാലഭാസ്കർ തെറിച്ചു പോയ വണ്ടിയിൽ നിന്ന്? ബാലുചേട്ടൻ തെറിച്ചു പോയ വണ്ടിയിൽ നിന്നല്ല, വണ്ടിക്കകത്ത് തന്നെ ഇരുന്നത്. അപ്പൊ ഏത് സൈഡാന്നുള്ളത് എടുത്തവർക്ക് അറിയാമായിരിക്കുമല്ലോ, ഏത് സൈഡിലാണ് ആക്സിഡന്റ് ആയി കിടന്നെന്നുള്ളത്. ഇതെന്നാന്ന് പറയട്ടെ, ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ വണ്ടി ഇടിക്കണ കണ്ട ആളല്ല. വണ്ടി ഇടിക്കുന്നതിന് മുമ്പ് ഒരു 4 കിലോമീറ്റർ മുമ്പ് ഈ വണ്ടിയിലുള്ള ആളെ ആക്രമിക്കണതാണ് ഞാൻ കണ്ടത്. അത് ബാലഭാസ്കർ ആയിരുന്നു. എങ്ങനെയാണ് ആക്രമിക്കുന്നത്? അല്ല, ഞാൻ പമ്പിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു വണ്ടി വന്ന് നിൽക്കണു, പമ്പിന്റെ ഫ്രണ്ടിൽ സ്കോർപ്പിയോ നിർത്തിയേക്കണു. സ്കോർപ്പിയോയുടെ ഫ്രണ്ടിൽ കുറച്ച് മദ്യം വെച്ച ആൾക്കാർ കഴിക്കണം. ആ കുപ്പി എടുത്ത് റോഡിലേക്ക് ഇറങ്ങണം. ആ പൊട്ടണ സൗണ്ട് കേട്ടാൽ ഞാൻ എണീക്കണം. പിന്നെ ഒരു കാർ വന്ന് നിൽക്കണം. ആ കാറിൽ നിന്ന് ഡ്രൈവറുടെ സൈഡിൽ നിന്ന് ഇറങ്ങിയേക്കുന്ന ആൾ ഒരുമാതിരി തടിച്ചിട്ട് പൊക്കമുള്ള ഒരാളാണ്. അപ്പൊ ഇവര് പറഞ്ഞ കൂട്ട് മെലിഞ്ഞ ആളൊന്നുമല്ല. അർജുനാണ് തീരെ ചെറിയ പയ്യന, ബാലഭാസ്കർ ആണെങ്കിലും മെലിഞ്ഞ ആൾ, നന്നായിട്ട് തടിച്ച് സൈസുള്ള ഒരാൾ ഇറങ്ങണേ. ഇവര് വണ്ടിയാണ്, ബാലുവിന്റെ വണ്ടിയാണെന്ന് നമുക്ക് അറിയില്ല സമയത്ത്. അപ്പൊ ഡ്രൈവറുടെ സൈഡിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരാൾ ഇങ്ങനെ കുനിഞ്ഞിരിപ്പുണ്ട്. അത് ആണാണോ പെണ്ണാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇവിടെ ഇത്ര അകലത്തിൽ ഈ ബീച്ചിന്റെ സൈഡ് വരെ കാണുന്ന അത്ര അകലത്തിലാണ് കാണുന്നത് നമ്മൾ. അപ്പോൾ ഫീബിളായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ വണ്ടിയിലുള്ള ആൾക്കാർ ചെന്നിട്ട് നടുക്കത്തെ സീറ്റിൽ നിന്ന് ആളെ പുറത്തേക്ക് വലിച്ചിറക്കണം. കഴിഞ്ഞിട്ട് ഈ ഒരാൾ ഇവിടെ ഒരാൾ അവിടെ നിന്ന് കൈ വെക്കണം, കമത്തി കിടത്തുന്നു. 2 സൈഡിൽ നിന്ന് 2 ആൾക്കാർ ഇടിക്കുന്നു, വണ്ടിക്ക് പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ. അപ്പോൾ ഈ ആളെ ബോധാവസ്ഥയിലാണ് കണ്ട. അപ്പോൾ കൈ ഇങ്ങനെ പൊക്കണ ഇത് മാത്രമേ നമുക്ക് കാണാൻ പോളൂ. ഇതാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇയാളെ വണ്ടിക്കകത്തേക്ക് തന്നെ കൊണ്ടു. അതായത് ബാലുചേട്ടനാണെന്നാണ് ചേട്ടൻ്റെ ഒരു നിഗമനം, ഐഡി കൊണ്ടത്. അതിലേക്ക് ഞാൻ വരാം. അത് നമ്മൾ മനസ്സിലാക്കിയതിലേക്ക് ഞാൻ വരാം. ഇവരതിനിട്ട് പറഞ്ഞ അങ്ങോട്ട് ആ സമയത്ത് കൊല്ലം സൈഡിൽ നിന്ന് ഒരു കാർ വന്ന് നിൽക്കണം. അതിൽ നിന്ന് 2 പേര് ഇറങ്ങണം. ഇവരായിട്ട് സംസാരിച്ചിട്ട് അവർ തിരിച്ചു പോകണം. അപ്പോൾ ഇവർ ഇതൊക്കെ കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഈ സ്കോർപ്പിയോയിൽ വന്ന ആളൊരു ബെർമൂഡ ഇട്ട ഒരാൾ നടുക്കത്തെ ഡോറ് തുറന്നിട്ട് ഒരു ലിവർ എടുക്കണം. ലിവർ എടുത്തിട്ട് പുറയിലെ ഗ്ലാസ്സിലേക്ക് ഒറ്റയടി അടിച്ചു, നടുക്കത്തെ ഗ്ലാസ്. അപ്പം നമ്മൾ സംസാരിക്കുന്ന സമയം വരെ ആ ഗ്ലാസ് പൊട്ടിയത് എങ്ങനെയാണെന്ന് അവർക്ക് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പരിസരവാസികളൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒരു ഗ്ലാസ് പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ സത്യമല്ലേ?
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ വണ്ടി എടുത്ത് പോകണു. അപ്പോൾ ഞാൻ സൈഡിലെ വാഷ്റൂമിൽ പോയി ഫേസൊക്കെ ഒന്ന് കഴിയിട്ട് ഞാൻ തിരിച്ച് തിരുവനന്തപുരത്ത്. അപ്പോൾ ഈ കഥകൾ നമ്മൾ മറന്നു. വഴിക്ക് വെച്ച് എന്തൊരു അക്രമം നടന്നു അതങ്ങ് വിട്ടു. പോണ വഴിക്ക് ഒരു 4 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. ഞാൻ കിടന്ന പമ്പ് ഈ അപകടം നടത്താൻ. റോട്ടിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കണം നമ്മൾ കാണാം. വടിവാളുണ്ട്, വടിയുണ്ട്, വേറെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ ഈ അപകടം കണ്ടുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അറിയാനായിട്ട് വണ്ടി നിർത്തി ഇറങ്ങി തുറക്കാൻ നേരത്തെ ഒരു വളരെ ഷൗട്ട് ചെയ്ത് അടിച്ചിട്ട് നമ്മൾ ഓടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഓടിച്ചു വിടുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോഴത്തേനും സൈഡിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ കാറ് കിടക്കണേ കാണുന്നത്. അപ്പോൾ ബാക്കിൽ ഗ്ലാസ് പൊട്ടിയോണ്ടാണ് നമുക്ക് ഈ കാറാണെന്ന് മനസ്സിലാണ്. അപ്പോൾ ഒരു ഗ്രേ കണക്കുള്ള കാർ കിടക്കാനാണ് തോന്നുന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ വാർത്തയിലൊക്കെ കണ്ടപ്പോഴാണ് ബാലു ആണ് ഈ വണ്ടി. അതായത് ആ കയ്യിലിരിക്കുന്ന ആയുധം വെച്ച് അടിക്കുമ്പോൾ ഇങ്ങനെ നേരെ പൊട്ടത്തേ ഉള്ളൂ, ഗ്ലാസ്സിലടിക്കുമ്പോൾ എന്തോ ഒരു സാധനം പൊട്ടി പോയിട്ടില്ല. ഒരു ഇങ്ങനെ അത് വെച്ചിട്ട് തന്നെ വീണ്ടും ഡ്രൈവ് ചെയ്ത് പോയവര്. ബാക്കി ഗ്ലാസ് അല്ലേ? അതന്നെ, അത് വെച്ചിട്ട് തന്നെ വീണ്ടും അത് വെച്ചിട്ട് തന്നെ മുന്നേ അത് പിന്നെ രക്ഷപ്പെട്ടു പോയതാണ്. ഇടി കൊണ്ടപ്പോൾ രക്ഷപ്പെട്ടു പോയപ്പോൾ ബാക്കിൽ അടിച്ചാണ്. അല്ലല്ല, ഇവര് വളരെ കൂളായിട്ട് ഇയാളെ ഇടിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആളെ അകത്തേക്ക് കയറ്റിയിരുന്നു. ഇവര് വർത്താനം പറഞ്ഞ് ഷെയ്ക്കാൻ്റെ കൊടുത്ത് പിരിയാൻ നിർത്തുന്ന ഒരാൾ വന്നിട്ട് ലിവർ എടുത്തിട്ടടി ഇടി കൊടുത്ത് ഷേക്കൻ്റെ കൊടുത്തു. ഇടി കൊടുക്കണ ഈ കിടന്ന ആൾക്കട്ടല്ല. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേട്ടൻ്റെ ഒരു നിഗമനമാണ് അത് ബാലചേട്ടനാണ് എന്നുള്ളൊരു നിഗമനമാണ്. പിന്നെ അതിനകത്ത് അന്നേരം ബാലചേട്ടൻ്റെ വൈഫും ഉണ്ടല്ലോ. നമുക്കറിയില്ല. അല്ല, ആക്സിഡന്റ് സമയത്തുണ്ടല്ലോ എന്തായാലും, അന്നല്ലേ ആക്സിഡന്റ് ആവുന്നത്. ആ സമയത്ത് ഇടി കൊള്ളുമ്പോൾ എന്തായാലും ഭാര്യ ഉണ്ടെങ്കിൽ ഇറങ്ങി എന്തായാലും പിടിച്ചു മാറ്റാൻ ശ്രമിക്കും. ആ ഒരു സ്ഥലത്ത് ഈ ഞാൻ ഇരിക്കുന്ന ആള് കാണുന്ന ആൾ ഇങ്ങനെ ഇരിക്കണേ, തല കുമ്പിട്ടായിരിക്കണേ. ബോധാവസ്ഥയിലാണോ ഇനി എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഇപ്പൊ ഈ മാർഷ് ചോദിച്ച മാതിരി ഇതിന് മറുപടി പറയേണ്ട ആരാ? ബാലുവിന്റെ ഭാര്യയല്ലേ പറയണ്ടേ? തീർച്ചയായും. അവരെന്താ മിണ്ടാണ്ടിരിക്കണേ? അവർക്ക് അല്ലേ പറയാൻ പാടില്ല. ഇയാൾ പറഞ്ഞു വെറുതെ പറഞ്ഞ അന്ന് പറഞ്ഞായിരുന്നു നടക്കുമായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത്, ചേട്ടൻ്റെ ഒരു പ്രോസ്പെക്റ്റില് എന്തുകൊണ്ടായിരിക്കും ബാലുചേട്ടൻ്റെ വൈഫ് ഇതിനെക്കുറിച്ചൊന്നും അധികം ഇപ്പൊ ഇത്രയും വർഷമായിട്ടൊന്നും സംസാരിക്കാത്ത എന്തുകൊണ്ടായിരുന്നു? അതിൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, പുള്ളിക്കാരത്തേക്ക് ഈ കാര്യങ്ങളിലൊക്കെ അറിവുണ്ടാവും. ഇങ്ങനെ ഈ സംഭവങ്ങൾക്കൊക്കെ ഒരു അറിവ് ഉണ്ടായിരിക്കും. ഓൾറെഡി ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ പുള്ളിക്കാരത്തെ ആരുടെയെങ്കിലും നിയന്ത്രണത്തിലായിരിക്കും. ഇപ്പൊ ഈ 2 കാരണങ്ങളുണ്ട്. അവർക്ക് സംസാരിക്കാൻ പേടിച്ചിട്ടാവാം, ചിലപ്പോൾ ഇതിന് സഹകരിച്ചിട്ടാവാം. ഇതെന്താണെന്ന് നമുക്കറിയാൻ പാടില്ല. അവർ വന്ന് മറുപടി പറയണം. അപ്പൊ ചേട്ടൻ പറയുന്നത് ഒന്നുകിൽ പേടിച്ചിട്ടാവാം, അല്ലെങ്കിൽ നല്ല ഓഫേഴ്സ് അവർക്ക് കിട്ടിക്കാണും. ഓഫേഴ്സ് എന്നല്ല, ഓഫർ അല്ലെങ്കിൽ ഇപ്പൊ അവർക്ക് ഓൾറെഡി ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ അതിന് ക്ലെയിമും കാര്യങ്ങളും. അതല്ല, അത് ക്ലെയിമിന്റെ കാര്യം വേറെ. ഞാൻ ചോദിക്കുന്നത് ഈ പറഞ്ഞ അപകടം ഉണ്ടാക്കിയ ആൾക്കാരിൽ നിന്ന്, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത്, അതാ ഞാൻ പറയാം, അവരുടെ എന്തെങ്കിലും കസ്റ്റഡിയിലായിരിക്കും ഇവര്. ആയിരിക്കാം. അവരുടെ ഒരു ഭീഷണി നിൽക്കാത്തോണ്ട് ചേട്ടൻ പുറത്ത് ചാടി എന്നുള്ളതാണ്. അത്രേ. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല പത്രക്കാരും പുള്ളിക്കാരത്തിനെ കാണാൻ ശ്രമിച്ചിട്ട് അവർ സമ്മതിക്കണില്ല, ആരോടും സംസാരിക്കാൻ. അല്ല, ഇടയ്ക്ക് ഞാൻ ബാലചേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒരു വാർത്തയിൽ ഒരു പ്രതികരണം ഞാൻ കണ്ടു. ഭാര്യ ഇതുവരെ ഒന്നും ഞങ്ങളുടെ മിണ്ടിയിട്ടില്ല, ബാലുവിന്റെ ഭാര്യ ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല എന്ന് പറയുന്നു. അത് ആ സമയത്ത് ബാലചേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ ഈ ഇടയ്ക്കാണ് വിളിച്ചിട്ടുണ്ട്. ഇപ്പം അർജുനാണ് അറസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി അർജുനാണ് മനപ്പുറം കൊണ്ട് ചിടിച്ചെന്നുള്ളത്. അതിനുശേഷം അവർ വിളിച്ച് സംസാരിക്കലോ ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ സംസാരിച്ചു. ഇന്നലെ അവര് കണ്ട് സംസാരിച്ചു. അവരെന്താണ് പറയുന്നത്? അവര് അന്നും പറയുന്നുണ്ട് മനപ്പൂർവ്വം ഇവനെ കൊണ്ട് കൊന്നാന്ന് പറയുന്നത്. ഇപ്പോഴും ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കണേ. ഇപ്പൊ ഇത് വന്നപ്പോഴത്തേനും ഒന്നുകൂടി ഉറപ്പിച്ചില്ലേ അവര്? ഈ കേസ് വന്നപ്പോഴത്തേനും ഒന്നുകൂടി ഉറപ്പിച്ചു. അവനായിരിക്കും ചെയ്തെന്നുള്ള അവർ ഉറപ്പിച്ചിട്ടുണ്ട്. അല്ല, ഇത് കേൾക്കുമ്പോൾ തന്നെ അന്ന് ശോഭിച്ചേട്ടൻ പറഞ്ഞു ഇതൊരു ആസൂത്രണമായിട്ടുള്ള പ്ലാനിങ് ആയിട്ടുള്ള ആക്സിഡന്റ് ആണ്, ആ സൈഡ് മാത്രം കറക്റ്റ് എങ്ങനെ പോയി ഇടിച്ചു എന്നുള്ളതൊക്കെ ചേട്ടൻ പറയണ്ടായി. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ കുറെ പേര് ഫോളോ ചെയ്ത് വരുന്നുണ്ടോ ചേട്ടൻ പറയുണ്ടായി. ഈ സംശയം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. CBIയുടെ നിഗമനത്തിൽ 70 കിലോമീറ്റർ 75 കിലോമീറ്റർ കണ്ട സ്പീഡ് വണ്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഫ്രണ്ടിലിരുന്ന അർജുൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായില്ല. അപ്പൊ ഹൈക്കോടതി ചോദിച്ചതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇടാതെ ഫ്രണ്ടിലിരുന്ന അർജുൻ നിസാര പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടു. പുറകെ കിടന്ന് ഉറങ്ങിയ ബാലു 23 ഒടിവുകളോടുകൂടി മരണപ്പെട്ടു. കൃത്യമായ മറുപടി വേണമെന്ന് പറഞ്ഞേക്കണം. അവര് ഒന്നും കൊടുത്തിട്ടില്ല ഈ സമയം വരെ. ഞാനൊരു കാര്യം ചോദിച്ചിട്ടേട്ടാ, ഈ ആക്സിഡന്റ് സമയത്ത് ആരെങ്കിലും പോയി മർദ്ദിച്ച് കൊന്നതാണെങ്കിലോ സമയത്തല്ല, അതിനു മുമ്പ് ഞാൻ കണ്ടില്ല. മർദ്ദിച്ച് പുള്ളിനെ മൃതപ്രായനാക്കിയിട്ടുണ്ട്. ഇവര് ഇതിലുണ്ട് നമ്മുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ട് 28 ഒടിവുകളാണ്, 28-23 ഒടിവുകളാണ് ബാലു മരണത്തിന് കാര്യമാക്കിയത്. അതിൽ 8 ഒടിവുകൾ ഈ അപകടം കൊണ്ട് ഉണ്ടായതല്ല എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് CBI കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർജിക്കൽ ഓപ്പറേഷൻ കുറെ വേണ്ടി വന്നില്ല. ആ സമയത്തുള്ള ഇപ്പൊ കീറലും മുറിക്കലിലും സംഭവിച്ചായിരിക്കും പറഞ്ഞത്. ഇപ്പൊ ഈ ഞാൻ ചോദിക്കുന്ന CBIയും ഈ ഹോസ്പിറ്റലുകാരും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒത്തുകളിയാണോ ഇത്? അല്ല, CBIക്ക് ഇപ്പൊ ഹോസ്പിറ്റലുകാർ കൊടുത്തേക്കുന്ന സാധനമല്ലേ അവർക്ക് അറിയാൻ പറ്റും. അല്ല, എങ്കിലും അവർക്ക് കുറച്ചുകൂടെ തിരക്കാമല്ലോ കാര്യം എങ്ങനെയാണെന്നുള്ള വേറെ അവർക്ക് ആഗ്രഹം ഉണ്ടാവണ്ടേ.
അതാ ഞാൻ പറഞ്ഞു, ഈ ബാലുവിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന കലാകാരന്മാർ ആരെങ്കിലും ഒരു 10 പേര് ഇതിനെ അനുസരിച്ച് പ്രതികരിച്ചാൽ, ഇതിപ്പോൾ നോക്കുമ്പോൾ ആകപ്പാടെ ഞാൻ മാത്രമല്ലേ പ്രതികരിക്കണേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും ആരും നിൽക്കുന്നില്ലല്ലോ ചേട്ടാ. ബാലുചേട്ടൻ ഇങ്ങനെ ഉണ്ടായിട്ടും ഇതിന് പ്രതിഷേധം വരുന്നില്ലല്ലോ, അതെന്തുകൊണ്ടാണ്? അവർക്ക് പേടിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ അറിഞ്ഞിട്ടായിരിക്കും. ഇങ്ങനെ പേടിക്കോ കലാകാരന്മാർ? താങ്കളൊരു ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യില്ലേ, തീർച്ചയായിട്ടും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ പേഴ്സണലായിട്ട് എന്തെങ്കിലും ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു മാനസികമായിട്ട് ഫീൽ ചെയ്യും. സാധാരണ കലാകാരന്മാരുടെ ഒരു സ്വഭാവമാണ്. ഇതൊക്കെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്ന് പിടിച്ചേക്കാൻ പറ്റാണ്ടായിപ്പോൾ. ഇതൊരു കാര്യത്തിന് പബ്ലിക്കായിട്ട് പറയണമെങ്കിൽ ചങ്കൂറ്റത്തോടെ പറയും കലാകാരനാണെങ്കിൽ, ഉറപ്പായിട്ടും പറയും, അതിന് യാതൊരു സംശയമില്ല. ഇപ്പം ഇവർ പറഞ്ഞാൽ മതി, ഇങ്ങനെ ആ സംശയങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കണമെന്ന് മാത്രം പറഞ്ഞാലും പോരെ. ഈ കൊലപാതകം ഒരു കറക്റ്റായിട്ട് ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു സപ്പോർട്ടും ഇല്ല. അതിന് പകരം എന്നെ എതിർക്കാണ് ഇവര്. അല്ല, എന്റെ അടുത്തൊന്നും പറയില്ല, ആൾക്കാരുടെ അടുത്ത് അവൻ ഭയങ്കര സാധനം, അവന് വേറെ എന്തോ ലക്ഷ്യം വെച്ചിട്ടാണ് എന്നൊക്കെ പറയാം. അത് CBI കാരും ചോദിച്ചു, സോഫിക്ക് എന്താ ലക്ഷ്യം? ഞാൻ പറഞ്ഞു, ആ ലക്ഷ്യം എന്നാന്ന് നിങ്ങൾ കണ്ടെത്തുന്ന. എനിക്ക് അങ്ങനെ ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം ഇവർ കണ്ടെത്തണ്ടേ. എന്ത് ലക്ഷ്യത്തിനാണ് ഞാൻ നിൽക്കണേ? 6 വർഷമായിട്ട് ഇങ്ങനെ നിൽക്കും. ഇപ്പൊ ഈ 47ാമത്തെ പ്രാവശ്യം തിരുവനന്തപുരത്ത് ആ ലക്ഷ്യമല്ല ഇപ്പൊ ഒരു വിജയത്തിലേക്ക് വന്നത്. ആ ലക്ഷ്യമാണ്. നമ്മളിപ്പോ ഇത്രയും അപമാനങ്ങളും അപഖ്യാതികളും എന്തെല്ലാം പ്രശ്നങ്ങൾ ഞാൻ ചെന്ന് പെട്ടിട്ടുണ്ടെന്ന് അറിയാം ഈ 6 വർഷം കൊണ്ട്. അവസാനമാണെങ്കിലും എനിക്കിപ്പോ ഒരു എണിച്ചു നിൽക്കാൻ പാകത്തിനുള്ള ഒരു റിസൾട്ട് കിട്ടിയില്ല ഇതിൻ്റെ. തീർച്ചയായും ചേട്ടാ, ഇപ്പം ചേട്ടൻ തനിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പറയാം. പോലീസ് പ്രൊട്ടക്ഷൻ 3 പോലീസുകാരെ ചേട്ടന് അലോഡാണ്. പക്ഷെ എന്തുകൊണ്ടാണ് എന്നിട്ടും ഇവരാരും വേണ്ട എന്ന് പറയുന്ന ഒറ്റയ്ക്കുള്ള യാത്ര എന്തുകൊണ്ട്? അല്ല, അതാ സേഫ് കുറച്ചുകൂടി. നമുക്ക് ഇഷ്ടമുള്ള വഴിക്കൂടെ ഇപ്പൊ താങ്കൾ വിളിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ പറച്ചിൽ ഒരു അസ്വസ്ഥത തോന്നിക്കാണ്, അസ്വാഭാവികത തോന്നിക്കാണ്. എന്നെ ഉച്ചയ്ക്ക് വിളിക്കണം, എവിടെയാണ് എത്തിയെന്ന് ചോദിക്കണം, എവിടെയാണ് എത്തിയെന്ന് നോക്കണം. ഞാനൊന്നും അവിടെ ഇവിടെ തൊടാണ്ട അറിയില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ ഇവിടെ തൊടാണ്ട വർത്താനം പറഞ്ഞ നമ്മൾ കുഴപ്പമില്ല, നമ്മൾ പോവും. അങ്ങനെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് ഞാൻ സേഫാണ്. പക്ഷെ ഇതൊരു കേസ് ക്രൈമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഭീഷണിയായി. അല്ല, ഇപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ക്രൈം ആവാൻ ചാൻസ് ഒരു 90% 100% ഉണ്ട്. ഞാൻ ഇത് ഇവര് വേണ്ടാന്ന് വെച്ചാൽ മാത്രമേ ഇത് തെളിയാണ്ടിരിക്കുള്ളൂ. ഈ സാധനം ഞങ്ങൾ തെളിയിക്കണില്ലാന്ന് വെച്ചാൽ തെളിയില്ല. ഞങ്ങൾക്ക് ഈ കേസ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല ഈ കേസ് ഞാൻ തെളിയിക്കില്ല എന്ന് വെച്ചപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ അവരോട് എന്നോട് പിന്മാറാൻ പറയണ്ട, ഞാൻ പിന്മാറില്ല എന്ന് പറഞ്ഞ് നിൽക്കുമല്ലേ. അന്ന് ഞങ്ങൾ തെളിയിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവര് നിൽക്കണേ. വേണ്ട, ഈ 23 ചേട്ടൻ പറ 23 ഒടിവുകളുണ്ടെന്നോ ശരീരത്ത്. അപ്പൊ അത് ഇടിച്ചിട്ട് ഉണ്ടായ ഒടിവുകളാവാൻ ചാൻസ് ഇല്ലേ? അല്ലല്ല, അല്ലാതെ കോടതി ചോദിച്ചത് ഫ്രണ്ടിൽ സീറ്റ് ബെൽറ്റ് ഇടാണ്ടിരുന്ന അർജുന് നിസ്സാര പരിക്കുകളോട് രക്ഷപ്പെട്ടു. പുറകെ കിടന്ന് ഉറങ്ങിയെന്ന് നിങ്ങൾ പറഞ്ഞ ബാലുവിന് എങ്ങനെ ഇത്രയും വലിയ മാരകമായ മുറിവൊന്നാ ചോദിക്കണേ? അങ്ങനെയാണ് സീറ്റ് ബെൽറ്റ് ഇടാണ്ട് ഫ്രണ്ടിൽ ഇരുന്നവന് വരണ്ടേ? തീർച്ചയായിട്ടും പുറകെ കിടന്ന് ഉറങ്ങിയാക്കെ എങ്ങനെ? ഞാൻ പറഞ്ഞു, നമ്മൾ കേരളത്തിലുള്ള ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ സാമാന്യത്തിൽ കൂടുതൽ ബുദ്ധിയുള്ളവരാ എല്ലാ കാര്യത്തിലും. ചിന്തിച്ച് ജനം കേൾക്കണ്ടാവില്ല ഈ പറയണൊക്കെ. എയർ ബാഗ് പ്രൊട്ടക്ഷൻ ഫ്രണ്ടിലല്ലേ കിട്ടണത്, അത് പൊട്ടി അവർക്ക് കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ ഈ പുറയിൽ ഈ ഇന്നോവ എന്ന് പറഞ്ഞ വണ്ടി, നിങ്ങളെല്ലാം വണ്ടി ഉപയോഗിക്കണല്ലേ, 70 കിലോമീറ്റർ സ്പീഡിൽ പോയൊരു ഇന്നോവ പോയൊരു മരത്തിൽ പോയിടിച്ചാൽ എന്താ സംഭവങ്ങൾ ഉണ്ടാവുള്ളൂ. പിന്നെ അതിനല്ല CBI കേരളത്തിൽ നടത്തിക്കുന്ന എല്ലാ കേസിലും അവർ ഡെമ്മി പരീക്ഷണം നടത്തുന്നുണ്ട്. ഡെമ്മി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആ പെരിയാർ കൊല കേസ് ഈ ആദ്യത്തെ സംഘം തന്നെ അന്വേഷിച്ച അതിൽ ഇവർ ഒരു ആളെ ബൈക്ക് കൊണ്ട് നിർത്തി വെട്ടുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ മാത്രം അവർ ഡെമ്മി പരീക്ഷണം നടത്തിയില്ല. ഞാനത് ചോദിച്ചു, നിങ്ങൾ ഡെമ്മി പരീക്ഷണം കാർ എങ്ങനെ കൊണ്ട് ഇടിക്കും സോഫിയെന്ന് നോക്കണം. ഞാൻ ഒരു കാർ കൊണ്ട് ഇടിക്കുന്നതിനൊക്കെ ടെക്നിക്കലായിട്ട് കൊണ്ട് ഇടിപ്പിക്കാൻ പറ്റില്ല കാർ. അതൊന്നും അവർ ചെയ്തു. ചേട്ടാ, ഈ ഇടയ്ക്ക് ആക്സിഡന്റ് നടന്ന സമയത്ത് ഈ വണ്ടി പോയി കാണാൻ പോയി ശ്രമിച്ചായിരുന്നോ? ഞാൻ CBI-ക്കാർ പോയപ്പോ ആ ഇടിച്ച സമയത്ത് ആ ഇടിയില് എത്രമാത്രം? അല്ല, ഞാൻ ചോദിച്ചു അവരോട് ചോദിച്ചു. ഇവര് ഹോം സർട്ടിഫിക്കറ്റിൽ എഴുതിയേക്കണേ ലക്ഷ്മിയുടെ വയറ് കീറിയേക്കണത് കത്തി പോലുള്ള ഒരു നേരത്തെ ആയുധം കൊണ്ടാണ് വയറ് കീറിയേക്കണെന്ന് എഴുതി വെച്ചായിരുന്നു. ഞാൻ ചോദിച്ചു, സാറേ ഈ വണ്ടിയുടെ എന്തെങ്കിലും പൊട്ടിയിട്ടായിരിക്കും ഇവർ എഴുതി വെച്ചേക്കണേ? ഞാൻ ചോദിച്ചു, സാർ ഈ വണ്ടിയിൽ എവിടെയാണ് സൈഡ് ഡോർപാട് പൊട്ടിയിട്ടില്ല, വേറൊരു സൈഡും പൊട്ടിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇവിടെ ഇവരുടെ ഇത് മുറിവ് വന്നേ? ആരെങ്കിലും കീറിയതല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പൊ അവർ നോട്ട് ചെയ്തു. അത് എന്നിട്ട് പിന്നെ ഒരു ദിവസം ഞാൻ ചോദിച്ചു അതിനെക്കുറിച്ച് അന്വേഷിച്ചെന്ന് വെച്ചപ്പോൾ പുള്ളി പറയും, അതെ അടുത്ത വീട്ടിൽ അപ്പച്ചൻ ഇവരെ രക്ഷിക്കാനായിട്ട് വന്നപ്പോൾ പാരയും കൊണ്ട് ഡോറ് കുത്തി തുറന്നു. പാര കുത്തിയിട്ടാണ്. ഞാൻ പറഞ്ഞു അതൊരു വലിയ പാര തന്നെ. പിന്നെ പരിസരവാസികളുടെ കൃത്യമായിട്ടുള്ള മൊഴിയുണ്ട്. ബാലുചേട്ടനും അല്ല അർജുനും അല്ല വണ്ടി ഓടിച്ച് തടിച്ചിട്ട് പൊക്കം കൂടിയിട്ടുള്ള ആളാണ് ആ ഡ്രൈവർ സീറ്റിൽ നിന്ന് എടുത്തത്. പൊക്കം കൂടി തടിച്ചിട്ടുള്ള ആളെയാണ് ഞങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് എടുത്തത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഇപ്പൊ മൊഴി പറയൂ, സാക്ഷി പറയൂ അവരൊക്കെ? അതറിയില്ല, അന്നത്തെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ സാക്ഷി മൊഴിയൊക്കെ അന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ഇത് എങ്ങനെയായാലും പക്ഷെ ഞാൻ ഇപ്പൊ ലാസ്റ്റ് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണമെന്നുള്ള കണ്ടീഷനിൽ തന്നെ നിൽക്കുന്നത്. ഇപ്പോഴും 25 കിലോ ആയിട്ട് വരുന്നുണ്ട് ആൾക്കാർ. കഴിഞ്ഞ ദിവസം ഞാൻ ഓഫീസിലില്ലായിരുന്നു. അപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റാഫ് ഉണ്ട്, രേഖ എന്ന് പറഞ്ഞത്. പുള്ളിക്കാരത്തിയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഉണ്ടോയെന്ന് ചോദിച്ചു.
ഞാൻ ഇല്ല എന്ന് പറഞ്ഞു, പുറത്ത് എവിടെ പോയി 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വന്നവർ നല്ല മാന്യന്മാരായിട്ടുള്ളവരാന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞാൻ പുള്ളി വെച്ച് സാറ് വരുമ്പോൾ എന്തെങ്കിലും പറയണമെന്ന് വെച്ചപ്പോൾ ചെറിയ ബാഗ് തുറന്നിട്ട് ഇങ്ങനെ കാണിച്ചു, ഞങ്ങളിതൊന്ന് കൊടുത്തിട്ടൊന്ന് സംസാരിക്കാമെന്ന് വെച്ചാൽ. പുള്ളിക്കാരത്തി പറഞ്ഞ സ്വർണ്ണമെന്ന് പറഞ്ഞു. അവർക്ക് അതിനെക്കുറിച്ച് ഈ മറ്റേ ഈ പഴയ ബാർ സോപ്പില്ലേ, ബാർ സോപ്പ് ഇങ്ങനെ വെച്ചാൽ ഇരിക്കണ തിളക്കണ സാധനം എന്നാ പറഞ്ഞു അവര്. എത്ര ദിവസം മുന്നേ അത് ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ. അത് കഴിഞ്ഞ പിന്നെയാണ് മറ്റേ ഫോൺ വന്നത്. ഇവർ വന്നു പോയതിന് ശേഷമാണ് എന്നെ ചെതയിലേക്ക് വെക്കുന്നു പറഞ്ഞിട്ട് ഫോൺ വന്നത്. 30 ദിവസമുള്ളൂ, 1 മാസമുള്ളൂ. ഇനി ഈ 1 മാസമുള്ളൂ. ഇനി 1 മാസമല്ല, അതിനു മുമ്പ് മാക്സിമം ഇന്റർവ്യൂ എടുക്കാനുള്ളൊക്കെ എടുത്തു വെക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് നമ്മളെ മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇപ്പൊ ഇവിടെ ഇരുന്ന് ഈ റിസോർട്ടിന്റെ ഉള്ളിൽ ഇരുന്ന് പറഞ്ഞാന്ന് പറഞ്ഞോണ്ട് നമുക്ക് പറയാം. അല്ല, ഈ നമുക്ക് പേടിക്കാൻ 30 ദിവസത്തിനുള്ളിൽ എന്തായാലും സോബിച്ചേട്ടനെ 6 വർഷം കൊണ്ട് കൊല്ലാൻ നടക്കാത്തത് 30 ദിവസം കൊണ്ട് അവർ ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പറയട്ടെ, നിങ്ങൾക്ക് വീട്ടിലെ ഈ സഹോദരങ്ങളുണ്ട്, സഹോദരിയും എല്ലാം ഉണ്ട്. ഈ ഒരു സ്വർണത്തിൻ്റെ പേരിൽ നല്ലൊരു കലാകാരനാണ് നിങ്ങളെല്ലാം കൂടെ ചേർന്ന് നശിപ്പിച്ചത്. സീരിയസ്ലി പറയുകയാണ്, ഇത് എവനായാലും ഇനി എവിടെ നിന്നോട് ചെയ്തവനായാലും ശരിയാ തീർച്ചയായിട്ടും പറയുകയാണ്, നല്ലൊരു കലാകാരൻ്റെ ജീവിതമാണ് നശിപ്പിച്ചത്. പക്ഷേ ആൾക്കാർ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ബാലുഭാസ്കറിന് ബാലുചേട്ടന് ഈ സ്വർണ്ണക്കടത്തോട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഒരിക്കലും ഇല്ല കേട്ടോ. ഒരിക്കലും ഞാൻ എപ്പോഴും പറയാം, കേസ് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് തെളിയും, ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അതിനകത്ത് ബാലഭാസ്കറിന് പങ്കുണ്ടായിരുന്നു എന്ന് ഒരു കാലത്തും കമന്റ്സിൽ വന്നതാണ്. ഒരു കാലത്തും തെളിയില്ല. ബാലുവിന് ഉണ്ടായിരുന്നു ഒരു കാലത്തും തെളിയില്ല കേട്ടോ. അത് നമ്മൾ വെറുതെ ബാലുചേട്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആർട്ടിസം ചെയ്യില്ല അത്. പക്ഷെ കൂടെ ഉള്ളവരെങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അല്ലെ, ഞാൻ ഡൗട്ട് വെച്ചോട്ടെ, ഇദ്ദേഹത്തിന്റെ മറവിൽ ഈ അർജുനായിരിക്കും പലവട്ടം കടത്തിയിട്ടുണ്ടെങ്കിലോ? അതുണ്ടാവാം, അതില്ലാന്ന് സംശയമുണ്ടോ? അത് സംശയം CBI-ക്കാരും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത്. അപ്പൊ അങ്ങനെ കടത്തിയോണ്ടല്ലേ ലാസ്റ്റ് അവര് എന്തോ 200-300 കിലോ സ്വർണ്ണമായിട്ടല്ലേ പിടിച്ചത്. ബാലു മരിച്ചു കഴിഞ്ഞാൽ മെയ് മാസത്തിൽ പിടിച്ചത്. അപ്പൊ അത് ബാലു മരിച്ചു കഴിഞ്ഞപ്പോൾ തുടങ്ങണേ ആയിരിക്കില്ലോ, ആദ്യത്തെ കച്ചവടം ആയിരിക്കും. ബാലുചേട്ടൻ എനിക്കൊന്നും അറിഞ്ഞു വന്നു തോന്നുന്നു. എന്തൊക്കെ പറയണ്ട, അറിഞ്ഞു വന്ന സമയത്തൊക്കെ ഉണ്ടായെന്ന് പറയണം. നമുക്ക് അതൊന്നും കൃത്യമായിട്ട് ചേട്ടൻ ഞാൻ ഇപ്പോഴും ഒരു കാര്യം ചോദിക്കുന്നത്, എനിക്ക് ഇപ്പോഴും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാത്തത്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വൈഫ് ഇത്രയും സ്നേഹിച്ച് അത്രമാത്രം ആത്മാർത്ഥമായിട്ടുന്ന ഒരു വൈഫ് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിയോജനം അല്ലെങ്കിൽ ദുരന്തം ഉണ്ടായിട്ട് പ്രതികരിക്കാത്ത എന്തുകൊണ്ടായിരിക്കും? അത് നമുക്ക് ഉത്തരം പറയാം. ഇന്നലെ അച്ഛനമ്മയും കണ്ട സംസാരിച്ചു അവരെ വിളിച്ചിട്ടില്ല. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു 3 മാസം മുമ്പാണ് ബാലുവിന്റെ ചേച്ചി മരണപ്പെട്ടത്. അവർ സുഖമില്ലാണ്ടിരിക്കുന്നു. ആ സമയത്ത് പുള്ളിക്കാരത്തേക്ക് ചെല്ലായിരുന്നു, അവിടെ ചെന്നില്ല. പിന്നെ ഇവരുടെ അമ്മാവുണ്ട്, ശശികുമാർ സാർ എന്നാണ്, വയലിൻ അറിയായിരിക്കുമല്ലോ. പുള്ളി വെക്കെന്ന് മരണപ്പെട്ടു. പുള്ളി മരിച്ചിട്ട് ഇവർ കാണാൻ ചെന്നില്ല. ഈ 2 മരണം ഉണ്ടായപ്പോഴെങ്കിലും ഇവരുടെ വീട്ടിൽ ചെല്ലായിരുന്നു ഇവർക്ക്. ഈ ശശികുമാർ സാർ എന്ന് പറഞ്ഞത് ബാലുവിന്റെ ഗുരുനാഥനാണ്. എപ്പോഴും അവരുടെ വീട്ടിൽ ഇവരെല്ലാം താമസിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്തെങ്കിലും മരിച്ചപ്പോൾ ചെന്നില്ല. ഇവരുടെ മീരാന്ന് എന്താ പറഞ്ഞ ആ കുട്ടിയുടെ പേര് മരിച്ചു, അവർ മരിച്ചപ്പോഴും ചെന്നില്ല. പിന്നെ ഇനിയിപ്പോൾ ആര് മരിക്കുമ്പോൾ ചെല്ലാതിരിക്കണതാണ് അവർ. അതാണ് ഞാൻ പറഞ്ഞത്, അവർ ആരുടെ നിയന്ത്രണത്തിലാണ്. കുട്ടി ഇപ്പോൾ മരിച്ചില്ലേ, കുട്ടി ആക്സിഡന്റിൽ മരിച്ചായിരുന്നില്ല അന്ന്. അല്ല, അതല്ല, ഈ ബാലചേട്ടന്റെ കുട്ടിയെ കുറിച്ച് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായി, മരിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മറവിലേക്ക് ഒന്ന് മരിച്ചു എന്നുള്ളത് വന്നു, മരിച്ചില്ല എന്ന് പറഞ്ഞു വന്നു. അതെ 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 അതെ. അപ്പൊ ആ ഒരു ചർച്ചയിലേക്ക് വന്നപ്പോഴും ചേട്ടൻ പ്രതികരിച്ചില്ല. കാര്യം എന്ത് മണ്ടത്തരാണ് പറയുന്നത്. അല്ല, എന്ത് മണ്ടത്തരാണ് പറയുന്നത്. കാര്യം ഓൾറെഡി ഹോസ്പിറ്റലെല്ലാം സ്ഥിരീകരിച്ച് 2 പേര് പോയെന്നുള്ളത്. അപ്പൊ അവര് ഭയങ്കര ഡിപ്രഷനിലായിരുന്നു, ബാലചേട്ടന്റെ വൈഫ്. പക്ഷെ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലമല്ലേ ഇതിനൊക്കെ. 6 വർഷം ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടാവും. 6 വർഷം ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അത് മെന്റലാവും ഇല്ലേ? 6 വർഷം അവർക്ക് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അവരിപ്പോ മെന്റൽ ഹോസ്പിറ്റലായിരിക്കും. പക്ഷെ ഇപ്പൊ സന്തോഷിക്കേണ്ടതാണ്, ഇങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ സന്തോഷിക്കും. അല്ല, അവർക്ക് ഇതുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും കാരണത്താൽ ഇത് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ പറ്റിയ ഏറ്റവും നല്ല ചാൻസ് ആണ് ഇത് തെളിയിക്കാനായിട്ട്. ചാൻസ് ആണ്. ഒരു ചെറിയൊരു പെറ്റീഷൻ അല്ലെങ്കിൽ ഒരു FIR കൊണ്ട് വിടുക, എനിക്ക് സംശയമുണ്ട് അർജുന എന്ന് പറഞ്ഞ് കൊടുത്തു. അത് പറയില്ല, അവര് പറയില്ല. ഇപ്പോഴും ചേട്ടന്റെ ഒരു നിഗമനത്തിൽ അവർ പറയാനാണെങ്കിൽ അവർക്ക് ഇഷ്ടമാതിരി അവസരം ഉണ്ടായിരുന്നു ഇതിനകത്ത് പറയാനാണെങ്കിൽ. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ലായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാലുവിന്റെ മരിക്കണ 6 മാസം മുമ്പ് കണ്ട് ഇൻഷുറൻസ് എടുത്തായിരുന്നു. അതിൽ പുള്ളിയുടെ മാനേജർ എന്തോ നോമിനിയോ എന്തൊക്കെ വെച്ചിട്ട് അവരെടുത്തായിരുന്നു. അതിന്റെ പൈസ കണ്ട് 1,05,00,000 രൂപ കണ്ട് കിട്ടി. അത് പുള്ളിക്കാരത്തി കിട്ടി. ഇനി വണ്ടി ആക്സിഡന്റ് ആകുമ്പോൾ ഉള്ളൊരു ക്ലെയിം ഇല്ലേ, MST ക്ലെയിം, അതിനെന്തോ 4 കോടി കിട്ടിയെന്ന് പറഞ്ഞു. അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അങ്ങനെ പറയുന്നത് അതൊക്കെ കിട്ടി. അവർക്ക് ഇപ്പൊ ഇത് പുറത്ത് പറഞ്ഞു എന്ന് ഓർത്തിട്ട് അവർക്കൊന്നും ഇല്ലാണ്ടാവുന്നില്ലായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. അല്ല ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്, 25 കിലോ സ്വർണ്ണമൊക്കെ കിട്ടുമ്പോൾ എന്തായാലും ഒരാൾ ഇതിന് വേണ്ടിയിട്ട് പുറകെ നടക്കില്ല. എന്തായാലും അത് വാങ്ങിച്ച് മിണ്ടാതിരിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അതോ അതിൽ കൂടുതൽ ചേട്ടൻ ചോദിച്ചിട്ട് തരാഞ്ഞിട്ടാണോ ചേട്ടാ അത് വേണ്ടെന്ന് വെച്ചത്? അല്ല, അതൊരു സംശയമാണ്. അത് കൂടുതൽ ചോദിച്ചാലും അവർ തരും. അല്ല, ഞാൻ ചോദിച്ചതാണ്, അത് കൂടുതൽ ചോദിച്ചാലും അവർ തരും. ആ പൈസ എന്തായാലും നമ്മൾ മേടിക്കില്ല. അതിപ്പോഴല്ല, ആദ്യം വന്നപ്പോഴും ഇനി വന്നാലും നമ്മൾ ആ ഒരു മേടിക്കണ എന്നെ വാങ്ങിക്കാറുന്നല്ലേ? അല്ല, മേടിക്കണ എന്നെ മേടിക്കാറുണ്ട്. അതിന്റെ ആവശ്യം നമുക്കില്ല. കാരണം വെച്ചാൽ അത് എനിക്ക് അത്രയും പൈസയുടെ ആവശ്യമില്ല.
ഇപ്പൊ 25 കിലോ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 30 കോടി രൂപയാണ്. അത്രയും വരും. ഇല്ലേ, ഏകദേശം വരും. അതിൽ കൂടുതൽ വരും. എനിക്ക് അത്രയും പൈസ കൊണ്ട് ഒരു ആവശ്യമില്ല. നമ്മൾ ആ പൈസ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ ഈ ഉത്സവപ്പറമ്പിലും പള്ളിപ്പറമ്പിലൊക്കെ കലാഭവന്റെ ഗാനമേളയായിട്ട് പോകണം. അതിന്റെ കേരളത്തിൽ 18 പീസ് ഓർക്കസ്ട്ര ആയിട്ട് പോകണം ഞാനാ. എന്റെ കൂടെ നിൽക്കുന്ന 10-45 ആർട്ടിസ്റ്റുമാരുണ്ട്. അവരെല്ലാവരും സന്തോഷവാന്മാരാണ്. നമുക്ക് അങ്ങനെ അതിമോഹമൊന്നുമില്ല. ഈ 30-35 കോടി രൂപ നമുക്ക് കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ? ഞാനൊരു ഈ കലയായിട്ട് കലാപ്രവർത്തനമായിട്ട് നടക്കുന്ന ആളല്ലേ. എനിക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ 30 കോടി രൂപ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല. അത് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ ആവശ്യമില്ല. പൈസ ഒന്നും ചെയ്യില്ലെന്ന് പറയുന്ന മനുഷ്യൻ ആദ്യമായിട്ടാണ് അത്ര കിട്ടിയിട്ട് എന്നെ കൂടെ ഇതില്ല. ചേട്ടാ ഇപ്പം ചേട്ടനിപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് പറയാം, ചേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദികൾ ആരൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ തീർച്ചയായിട്ടും പറയാം. ചേട്ടന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു? കാര്യം ഇനി 1 മാസം തികച്ചില്ലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ കേരളത്തിലൊരു സ്വർണ്ണ വ്യാപാരി ആയിരിക്കും. പേര് പറയാമോ? പേര് പറയില്ല. പേര് ഞാൻ പറയേണ്ടടുത്ത് പറഞ്ഞു. സ്ഥലം പറയാമോ? അല്ലല്ല, കേരളത്തിലെ പ്രമുഖ. അതെന്നു അതൊക്കെ ഈയിടെ അറിഞ്ഞ പുള്ളിക്ക് ബാലുവിന്റെ അപകടത്തിലോ മരണത്തിലോ പങ്കില്ല. അങ്ങനത്തെ ചെയ്യണ ഒരു മനുഷ്യനല്ല. പക്ഷെ അയാൾ പക്കാ ബിസിനസ്സുകാരനാണ്. സ്വർണ്ണ ഗോൾഡ് സ്മഗ്ലിംഗ് ഉള്ള ആളാണ്. അത് 1 മാസമായുള്ളൂ ഞാൻ അറിഞ്ഞു. നമ്മൾ ഇതിന് നടക്കുമ്പോൾ ആൾക്കാർ വിളിച്ചു പറയില്ല. അപ്പൊ ഞാനിപ്പോൾ ഒരാളെ പറഞ്ഞ് അയാൾ കസ്റ്റഡിയിലേക്ക് പോകുന്ന അറിയുമ്പോൾ ആ ഏജൻസിയുടെ അടുത്തേക്ക് പൈസ ആയിട്ട് ഈ കാര്യങ്ങൾ ഒതുക്കണ ഈ സ്വർണ്ണ വ്യാപാരിയാണ്. മീഡിയേറ്റർ ആണ് പുള്ളി. മീഡിയേറ്റർ അല്ല, പുള്ളിയുടെ ഗോൾഡായിരിക്കും ഈ പോയത്. അതുകൊണ്ടായിരിക്കും പുള്ളിയാണ് ചെയ്യണത്. അപ്പൊ അങ്ങനെ വലും. പക്ഷെ അയാൾക്ക് ഈ ഒരാളെ കൊല്ലാനുള്ള ഒരു മൈൻഡൊന്നും ഉള്ള ആളല്ല. അപ്പൊ ചേട്ടന്റെ ഇപ്പൊ ഈ പറഞ്ഞ ഭീഷണിയിൽ ആരായിരിക്കും ചേട്ടൻ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത്? ചേട്ടൻ ഒരു 30 ദിവസത്തിനുള്ളിൽ ചേട്ടനൊരു സംശയമുള്ളവരുടെ പേരുകളൊക്കെ സംശയമുള്ള പേര് പറയാം. സംശയമുള്ള എനിക്ക് സംശയിക്കാവുന്ന ഒരു 4 പേരുണ്ട്. അവരുടെ പേരുകളൊക്കെ ഞാൻ കൃത്യമായിട്ട് കിട്ടേണ്ട സ്ഥലത്ത് കിട്ടാൻ മാത്രം എഴുതി വെച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് ഞാൻ മരിച്ചാലും പോകില്ല. അത് സ്വർണ്ണ വ്യാപാരിയാണോ? എന്താ സ്വർണ്ണ വ്യാപാരികളാണ്? അല്ല, അതിപ്പോ ഈ ഒരാള് ഞാൻ പറഞ്ഞു. അതല്ലാണ്ട് വേറെ ഒരു 3 പേരുണ്ട്. അവരും ബിസിനസ്സുകാർ തന്നെയാണോ? അല്ലല്ല, അവർ സാധാരണ ആൾക്കാർ, കേരളക്കാർ തന്നെയാണ്. മലയാളീസ് ഉള്ളു. നമുക്ക് അല്ലാണ്ടുള്ള ആരുമായിട്ട് പരിചയങ്ങൾ. നിങ്ങളുടെ നാട്ടുകാർ നാട്ടുകാര് ഇല്ല. നാട്ടിലുള്ളവർക്കൊക്കെ ഇല്ല. ജില്ല വിട്ടാണ്. നിങ്ങൾ കൂടുതൽ കുഴപ്പിച്ച ചോദിച്ചാൽ ഞാൻ പറയൂല. അതങ്ങനെ രഹസ്യമായിട്ട് ഇരിക്കട്ടെ. പക്ഷേ ഈ രഹസ്യം എന്റെ മനസ്സിലല്ല കേട്ടോ. ഈ വിവരങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് ഞാൻ CBIക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ലാസ്റ്റ് വന്ന സ്വർണ്ണ വ്യാപാരിയുടെ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മീഡിയ പറയേണ്ടത് അവർക്ക് തെളിയിക്കാൻ പറ്റാത്ത കാര്യം നമ്മൾ ഇവിടെ പറയാൻ പറ്റും. കേരള പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ? അല്ല, പോലീസ് എന്നെ അന്വേഷിച്ചിട്ടില്ല ഈ കേസിൽ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ചേട്ടനൊരു ഒരു വധഭീഷണി ഉണ്ടെങ്കിൽ ഭീഷണി എന്താണ് കാരണം നമ്മൾ എഴുതി കൊടുക്കണ്ടേ? അത് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഈ പറഞ്ഞ 30 ദിവസം ചേട്ടന് കൗണ്ട് ഡൗൺ ആണ്. 30 ഇല്ല. ഇന്നിപ്പോ 26 ദിവസം ഉള്ളൂ. 24 ദിവസം കൂടെ ഉള്ളൂ. 26 ദിവസം. 26-25 കൂട്ടിക്കോട്ടെ, കുഴപ്പമില്ല. അതായത് അതെ, ന്യൂ ഇയറിന് മുന്നേ ചേട്ടനെ കൊല്ലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സ്വർണ്ണക്കടത്തിലെ ആൾക്കാരാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? ഈ കൊല്ലാൻ വരുന്ന ആൾക്കാരോട് എന്താ പറയാ? അല്ല, അവരോട് പറഞ്ഞ അവര് ഇപ്പൊ ഈ മണ്ടത്തരം കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കണില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കേസിന് കുറച്ചുകൂടി ബലം കൂടുകയുള്ളൂ. അതെ, തീരുമാനമാവുക. അപ്പൊ അത് അവർ നമ്മളൊന്ന് പേടിപ്പിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ മറിച്ചാണെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്ത് തന്നെ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് ഓർക്കും. അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ചേട്ടൻ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ടോ? ഇല്ല, ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി പറയുന്നു. നിങ്ങളിത് ഫോളോ ചെയ്യണം. മാക്സിമം ഇത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കണം. നമുക്ക് ഈ കേസ് വിജയിക്കാൻ. ഇത് എത്തുന്നതിന് മുമ്പ് ചേട്ടൻ ആദ്യം പറഞ്ഞപ്പോൾ ചേട്ടന് വട്ടാണെന്നാണ് ആൾക്കാർ പറഞ്ഞത്. കാര്യം ഒരു ആക്സിഡന്റിൽ എങ്ങനെയാണ് കൊല്ലുന്നത്? അപ്പൊ ആ വണ്ടിക്ക് അതിനൊരു മറുപടി ഞാൻ പറഞ്ഞു. ഈ കേസ് തെളിയുമ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു ബാലുവിന്റെ. പിന്നെ അത് തന്നെയല്ല, ഈ ബാലുവിന്റെ കസിൻ സിസ്റ്റർ ഉണ്ട്, പ്രിയ വേണുഗോപാലിന്റെ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഞാൻ അവരൊക്കെ എപ്പോഴും നന്നായിട്ട് സഹകരിച്ച് നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പൊ പുള്ളിക്കാരത്തി ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എഴുതിയേക്കുവാണ്. പുള്ളിക്കാരത്തി എഴുതിയേക്കുവാണ് സംഗതി കലാഭവൻ സോബി അന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അതൊരു ആശ്ചര്യവും അത്ഭുതമാണ് തോന്നിയത്. അല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പൊ അത് യാഥാർത്ഥ്യമായി എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ചേട്ടാ അവർക്ക് മാത്രമല്ല, കേരളക്കരയിലെ മലയാളികൾക്ക് മൊത്തം ഇപ്പോഴാണ്. ഇപ്പോഴും ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. ബാലചേട്ടന് വേണ്ടിയിട്ട് ഒരാൾ പോലും ശബ്ദം ഉയർത്തിയില്ല ചേട്ടനല്ലാതെ. ഇത് അറിഞ്ഞിട്ടും ഉയർത്തിയില്ല എന്നുള്ളതാണ് ഭയങ്കര ലജ്ജാവകമാണത്. കാര്യം കലാകാരന്മാരും കേരളത്തിലെ പ്രത്യേകിച്ച് തിരുവനന്തപുരം സൈഡിലുള്ള കലാകാരന്മാർ, എത്ര കലാകാരന്മാർക്കാണ് അദ്ദേഹം അന്നം വായിക്കാനുള്ള എത്ര ആൾക്കാർ അവർ ചുമ്മാ ഒന്ന് പറയും എന്നെ സപ്പോർട്ട് ചെയ്യണ്ട, എന്നെ വിട്ടേരെ, എന്നോട് ചിലപ്പോൾ ദേഷ്യമൊക്കെ കാണും, അത് വിട്ടേരെ. പക്ഷെ പറയാം ബാലഭാസ്കറിന്റെ കേസിലെ ദുരൂഹതകൾ മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഒന്നും പറയാൻ പാടില്ല അവർക്ക്. പറയാൻ പാടില്ല. എന്താ ഇല്ലാണ്ടാവണത്? ഒന്നും ഇല്ലാണ്ടാവണില്ല. എന്തായാലും ആ 25 കിലോ സ്വർണം കൊണ്ട് നടക്കുന്ന ഒരു സൂക്ഷിച്ചോ
25 കിലോ സ്വർണ്ണം കൊണ്ട് ഇനി ഒരു ഒരു 25 100 കിലോ കൊണ്ട് വെച്ചാൽ 100 കിലോ കൊണ്ട് കൊടുത്താലും കുഴപ്പമില്ല. വേണ്ട. കാരണം എനിക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കൊല്ലാൻ പറ്റുമെങ്കിൽ കൊന്നു. അത് തന്നെ വെല്ലുവിളിയാണ്. കൊല്ലാൻ പറ്റിയ കൊന്നു. അത്രേ ഉള്ളൂ. കൊല്ലാൻ പറ്റുമെങ്കിൽ കൊന്നതായിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ചേട്ടാ. താങ്കളുടെ ജീവൻ ഒന്നും സംഭവിക്കില്ല, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്. ഇനിയും ഇത് തെളിയിക്കുന്നവരെ കാണണം, എപ്പോഴും കാണണം. വളരെ സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു.